പ്രിയപ്പെട്ട കുട്ടികളെ, എന്റെ പേര് സുസ്മിത സ്കറിയ. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ജോസ് പന്തപ്ലാൻ തൊട്ടിയിലച്ചന്റെ ഒരു കഥയാണ്. കഥയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: ജീവിതം തിരിച്ചു കിട്ടിയ പ്രതീതി. കഥയിലെ പ്രധാന കഥാപാത്രം ഒരു ബിസിനസ്സുകാരനാണ്. ഒത്തിരി സമ്പാദിച്ചു കൂട്ടി വളരെ വലിയ സമ്പന്നനായ ഒരു ബിസിനസ്സുകാരൻ. പക്ഷെ പുള്ളി ജീവിതം ആസ്വദിക്കാൻ മറന്നുപോയ ഒരു വ്യക്തിയായിരുന്നു. ഒടുവിൽ പുള്ളി തീരുമാനിച്ചു, കുറെ സമ്പത്തായി, ഇനി എനിക്ക് വേണ്ടതിലധികം സമ്പത്തായി, ഇനി എനിക്ക് കുറച്ചു നാള് വിശ്രമിക്കാം എന്ന് കരുതി അയാള് വിശ്രമ ജീവിതം നയിക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രി മരണത്തിന്റെ മാലാക അയാളുടെ അടുത്തെത്തുകയാണ്. അയാൾ മരണത്തിലേക്ക് വിളിക്കാൻ വന്നതാണ്. മാലാകയെ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് എന്തോ പന്തികേടുണ്ട്. അപ്പോഴേക്കും അയാൾ മാലാകയോട് ചോദിച്ചു, എന്തിനാ മാലാകെ എനിക്ക് ഇത്ര നേരത്തെ മരണം? എനിക്ക് ഇതുവരെ ഞാൻ എന്റെ ജീവിതത്തിൽ കഷ്ടപ്പെട്ടും സമ്പാദിച്ചതൊന്നും അനുഭവിക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് കുറച്ചു കാലം കൂടി തന്നൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ മാലാക പറഞ്ഞു, ഇത്രയോ നാളുകൾ നിന്നെ ജീവിച്ചു ഈ ഭൂമിയില്. ഇത്രയും നാളുകൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലേ? ഇത്രയും നാള് നിനക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് തന്നത്. എന്നിട്ട് നീ ഇതൊന്നും ഉപയോഗിച്ചില്ലേ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ സമയം നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരിക്കുക. ഇനി നിനക്ക് സമയം അനുവദിച്ചു തരാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അയാൾക്കൊരു ബുദ്ധി തോന്നി. ബിസിനസ്സുകാരനല്ലേ, തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ച് ബിസിനസ്സിൽ ഒത്തിരി സമ്പാദിച്ച വ്യക്തിയാണ്. പുള്ളി ഒരു അടവെടുത്തു. പുള്ളി പറഞ്ഞു, എനിക്ക് ഒത്തിരി സമ്പത്തുണ്ട്, ഇത് ഞാനൊന്ന് പാവങ്ങൾക്കൊക്കെ കൊടുക്കണ്ടേ? എനിക്ക് അതിനുവേണ്ടി കുറച്ച് സമയം തരുമോ? അപ്പോഴേക്കും മാലാക പറഞ്ഞു, അതിനും കൂടിയുള്ള സമയമായിരുന്നു നിനക്ക് തന്നിരുന്നത്. നീ അതൊന്നും ഉപയോഗിച്ചില്ലേ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി നിനക്ക് സമയം തരാനൊന്നും എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അയാൾ പെട്ടെന്ന് വേറൊരു ഐഡിയ എടുത്തു. പുള്ളി പറഞ്ഞു, എനിക്ക് എന്റെ സ്നേഹിതന്മാരോടും വീട്ടുകാരോടും കൂടെ സംസാരിച്ചിട്ടൊക്കെ കുറെ നാളായി. അവരോടൊന്നും സംസാരിക്കാനായിട്ട് ഒരു ദിവസം എനിക്ക് സമയം തരാമോ? അപ്പോഴേക്കും മാലാക പറഞ്ഞു, ഒരു ദിവസമോ? ഒരു ദിവസം പോയിട്ട് ഒരു നാഴിക കൂടി നിനക്ക് കൂടുതൽ നീട്ടിത്തരാൻ എനിക്ക് പറ്റില്ല. അപ്പോഴേക്കും അയാൾ കെഞ്ചി ചോദിച്ചു, എനിക്ക് ഒരു മിനിറ്റ് നേരം തരാമോ? ഒരു മണിക്കൂർ തന്നില്ലെങ്കിലും വേണ്ടില്ല, ഒരു മിനിറ്റ് നേരം തരാമോ? എനിക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു കുറിപ്പ് എഴുതി വയ്ക്കാനാ. അപ്പോഴേക്കും മാലാക പറഞ്ഞു, ഒരു മിനിറ്റോ? ഓക്കെ, ഒരു മിനിറ്റ് നീ എടുത്തോ, എന്താന്ന് വെച്ചാൽ എഴുതിക്കോ എന്ന് പറഞ്ഞു. അയാൾ മനസ്സില്ലാ മനസ്സോട് ചോദിച്ച ആ കാര്യം കിട്ടിയതിൽ അയാൾ വളരെ സന്തോഷിച്ചു. അയാൾ ഉടനെ പേപ്പറും പേനയും എടുത്ത് എഴുതുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കിട്ടിയ ഈ സമയം നിങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കണം. നിങ്ങൾ ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കില്ലേ. നിങ്ങൾക്ക് കിട്ടിയ സമയം നിങ്ങൾ വളരെ ഫലപ്രദമായി ഉപയോഗിക്കണം എന്നെഴുതി അയാൾ നിർത്തി. എന്നിട്ട് അയാൾ കണ്ണു തുറന്നപ്പോൾ അയാൾക്ക് മനസ്സിലായത് അയാൾ കണ്ടതൊക്കെ സ്വപ്നമായിരുന്നു. അയാൾക്ക് വളരെ സന്തോഷമായി. ഒരു പുതിയ ജീവിതം അയാൾക്ക് തിരിച്ചു കിട്ടിയ പോലെ, തന്റെ ജീവിതം തിരിച്ചു കിട്ടിയ ഒരു അനുഭൂതി, അതാണ് അയാൾക്കുണ്ടായത്. അപ്പോൾ ഇത്രയുമുള്ള കഥ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മളെ ഓരോ ദിവസവും ഉറക്കമുണരുന്നത് എങ്ങനെയാണ്? ഇന്ന് എന്ത് ചെയ്യും എന്നൊന്നും നമ്മളെ വിചാരിക്കാറേ ഇല്ല. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും ഉറക്കമുണരുന്നത് ഇതൊരു പുതിയ ജീവിതം കിട്ടിയ അനുഭൂതിയോടെ ആയിരിക്കണം. നമ്മുടെ ഓരോ ജീവിതത്തിനും ഒരു ചിട്ടയുണ്ടായിരിക്കണം. ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്യണം. നാളെ ചെയ്യാം എന്ന് കരുതി മാറ്റിവെച്ചാൽ ചിലപ്പോൾ നാളെ അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടുന്ന സമയം ഫലപ്രദമായി നമ്മൾ ഉപയോഗിക്കണം. എല്ലാവരും ഈ വർഷം വളരെ ഫലപ്രദമായി ഉപയോഗിക്കണം. കഴിഞ്ഞ ഈ വർഷം ഇന്നേ വരെ ഒത്തിരി പേരാണ് COVID-19 മൂലം മരിച്ചുപോയത്. നമ്മളതൊന്നും നമ്മളെ ബാധിക്കാതെ നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയം ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷം ജീവിക്കാം.